18 ലോക അറബി ഭാഷാ ദിനം. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. 1973 ഡിസംബർ 18 അറബിക്ക് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടത്. പിന്നീട് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ 2010 മുതൽ ഡിസംബർ 18 അറബി ഭാഷാ ദിനമായി ആചരിച്ചു പോരുന്നു. ചില പ്രത്യേകതകൾ. 28 രാഷ്ട്രങ്ങളുടെ ഔദ്യോഗിക ഭാഷ, 25 കോടി ജനതയുടെ ഭാഷ, 128 കോടി ജനതയുടെ മതഭാഷ, UN അംഗീകൃത ഭാഷ, യുനെസ്കോ അംഗീകൃത ഭാഷ, വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ, ലോകത്ത് സജീവമായി നിലനിൽക്കുന്ന ഏക പ്രാചീന സെമിറ്റിക് ഭാഷ. ഇനി ഈ ഭാഷയുടെ മറ്റു ചില പ്രത്യേകതകൾ. അറബിയിലെ പ്രയോഗങ്ങളും ശൈലികളും ആഖ്യാനങ്ങളും ഭാഷാ പഠന വിദഗ്ധരിൽ വിസ്മയം കൊള്ളിക്കുന്നു. അറബി ഭാഷ കൂടാതെ ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് എന്നീ ഭാഷകൾക്കും ദിനാചരണങ്ങൾക്കായി UN പ്രത്യേകം അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അറബി വഴി സ്വാധീനമുള്ള ഭാഷകളാണ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഉറുദു, പേർഷ്യൻ. അറബി ഭാഷയും കേരളവും. അറബികളുടെ കച്ചവട ബന്ധമാണ് കേരളവുമായി ആദ്യം ഉണ്ടാവുന്നത്. ഈ ബന്ധത്തിലൂടെ ഭാഷയും കൈമാറ്റം ചെയ്തു തുടങ്ങി. അറബി മലയാളം എന്ന എഴുത്തുഭാഷ അങ്ങനെ രൂപം കൊണ്ടു. പ്രാചീന കബറിടങ്ങളിലെ സ്മാരകശിലകളിൽ അറബി ലിപികൾ കണ്ടെത്തിയിട്ടുണ്ട്. അറബി ഭാഷയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ പല മഹാന്മാരും കേരളത്തിലുണ്ടായിരുന്നു. സൈനുദ്ദീൻ മഖ്ദൂം, ഖാളി മുഹമ്മദ്, അഹമ്മദ് കോയ ശാലിയാത്തി, വെളിയങ്കോട് ഉമർ ഖാളി എന്നിവർ അവരിൽ ചിലരാണ്. കേരളത്തിൽ നിന്നും ആദ്യമായി രചിക്കപ്പെട്ട അറബി ഗ്രന്ഥം AD 1342 ഫക്കീഹ് ഹുസൈനിൻ്റെ ഖൈദുൽ ജാമിഅ് ആണ്. ഇനി അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതികൾ. തകഴിയുടെ ചെമ്മീൻ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യാ ഇലാഹി, കമല സുരയ്യയുടെ യാ അല്ലാഹ്, ബെന്യാമിൻ്റെ ആടുജീവിതം, അയ്യാമുൽ മായിസ്. ഇനി അറബി പദങ്ങൾ മലയാളത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവ ബാക്കി, മുൻസിഫ്, ജില്ല, താലൂക്ക്, തഹസിൽ, വക്കീൽ, വക്കാലത്ത്, റദ്ദ്, ഹാജർ, താരിഫ് തുടങ്ങിയവയാണ്. അറബിയിലെ ചില ലിപികൾ നമുക്ക് പരിചയപ്പെടാം.